റിലീസ് എപ്പോഴും ദളപതിയുടെ പടം വന്ന കേരളം ഒട്ടാകെ അതാണ്. തമിഴ്നാട് കഴിഞ്ഞിട്ടെന്നല്ല, കേരളം കഴിഞ്ഞിട്ടാണ് തമിഴ്നാട്, അത്രേ ഉള്ളൂ. വൗ ഫാക്ടർ ആയിരുന്നു പടം. ആ ഒരു പുഹയെന്ന് വരുന്ന സീനൊക്കെ നല്ല രസമായിരുന്നു. 2012 തുപ്പാക്കി ഇറങ്ങുന്ന ദിവസം വന്നിട്ട് നമുക്ക് ഓടുന്ന ടിക്കറ്റുകളില്ലാതെ ആരാധകരെ പോലീസൊക്കെ അടിച്ചോടിച്ചു, അങ്ങനെ കുറേ ക്ലാഷ് കാര്യങ്ങളൊക്കെ. നല്ല അനുഭവം. ഞാൻ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കൊള്ളാം, അടിപൊളി. പഴയ അതേപോലെ നമ്മൾ തിയേറ്ററിൽ ഞാൻ കണ്ടിട്ടില്ല പടം. നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഒരു വൗ ഫാക്ടർ ആയിരുന്നു പടം. പുള്ളിക്കാരൻ്റെ ആ ഒരു പുഹയെന്ന് വരുന്ന സീനൊക്കെ നല്ല രസമായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു പടം. വീണ്ടും കണ്ടപ്പം ഇത് പറഞ്ഞറിയിക്കാനൊന്നും പറ്റത്തില്ല. അമ്മാതിരി ഒരു എക്സ്പീരിയൻസ് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഞാൻ എൻ്റെ പ്രായത്തിൽ തുപ്പാക്കി ഇറങ്ങുന്ന സമയത്ത് ഞാൻ തിയേറ്ററിൽ കണ്ടതാണ്. പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. അടുത്ത പോക്കറിക്ക് കയറാൻ വേണ്ടി നിൽക്കുവാണ്. റിലീസ് എപ്പോഴും ദളപതിയുടെ പടം വന്ന കേരളം ഒട്ടാകെ അതാണ്. തമിഴ്നാട് കഴിഞ്ഞിട്ടെന്നല്ല, കേരളം കഴിഞ്ഞിട്ടാണ് തമിഴ്നാട്, അത്രേ ഉള്ളൂ. അമ്മാതിരി ഫാൻസാണ് ഇവിടെ. ഒരു രക്ഷയില്ല. തിയേറ്റർ എക്സ്പീരിയൻസ്. മൊബൈലൊന്നും കണ്ടിട്ട് ഒരു കാര്യമില്ല ഈ പടം. ഒരു രക്ഷയില്ല പടം. പിന്നെ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് വിഷ് യു ഹാപ്പി ബർത്ത്ഡേ, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ദളപതിയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് നമുക്കൊരു ആഘോഷമാണ്. അതുമല്ല, നമ്മളൊരു ഇവിടുത്തെ ഡിസ്ട്രിക്ട് കമ്മിറ്റിയിൽ നമ്മളൊരു അംഗവും കൂടെയാണ്. ദളപതിയുടെ ബർത്ത്ഡേ നാളെ നമ്മൾ ആഘോഷിക്കുന്ന വേറെ ലെവലിലാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ വഴി തന്നെ കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു. 2012 തുപ്പാക്കി റിലീസ് ചെയ്തത്. അപ്പോൾ 11.25 വർഷം, അതായത് 12 വർഷം കംപ്ലീറ്റ് ആകാൻ പോവുകയാണ്. അപ്പോൾ ഈ 12 വർഷത്തിന് ശേഷം അതേ സ്ക്രീനിൽ അതേ ഊർജ്ജത്തോടെ അണ്ണനെ വീണ്ടും കാണുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആ ഒരു സെലിബ്രേഷൻ നമുക്ക് 2012 തുപ്പാക്കി ഇറങ്ങുന്ന ദിവസം വന്നിട്ട് നമുക്ക് ഓടുന്ന ടിക്കറ്റുകളില്ലാതെ ആരാധകരെ പോലീസൊക്കെ അടിച്ചോടിച്ചു, അങ്ങനെ കുറേ ക്ലാഷ് കാര്യങ്ങളൊക്കെ. തിരുവനന്തപുരം സിറ്റിയിൽ 3 ദിവസം കണ്ടിന്യൂസ് അന്ന് സിനിമ ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഫാൻ ഷോ കാണാനായിട്ട് സാധിക്കാതെ വന്നവർക്ക് ഇന്ന് അതിനുള്ളൊരു അവസരമാണ് ഇന്ന് റീക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഡിസ്ട്രിബ്യൂട്ടറുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ജെമിനി പ്രൊഡക്ഷൻസിൻ്റെ അവർക്ക് ഒട്ടനവധി താങ്ക്സ് പറയുന്നു. അതോടൊപ്പം തന്നെ എരിസ് ഫ്ലെക്സിൻ്റെ നിർവാഹികൾ അവരോട് നന്ദി പറയുന്നു. അതിലെല്ലാം ഉപരി ഞങ്ങളുടെ സ്വന്തം അണ്ണന് ദളപതിക്ക് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ്. അതുപോലെ തന്നെ അണ്ണൻ്റെ ഇതുപോലുള്ള പഴയകാല പടങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് കാണണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ വീണ്ടും നിൽക്കുകയാണ്. കുറേ അധികം റിലീസുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യൂത്ത് വിങ്, തമിഴക വെട്രിക്കഴകം.